الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا محمد بن عبد الله وآله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، قال العلامة النووي رحمه الله: باب في الأمر بالمحافظة على السنة وآدابها. കഴിഞ്ഞ ബാബിൽ അമലുകൾ പതിവാക്കുന്നതിനെക്കുറിച്ച്, ഇബാദത്തുകൾ പതിവാക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അടുത്തതായി അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ബാബ്, ബാബുൻ ഫിൽ അംരി ബിൽ മുഹാഫളതി അല സുന്ന. സുന്നത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അത് പതിവായി കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം, അത് കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം. വ ആദാബിഹ, അതുപോലെ സുന്നത്തിൽ പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അദബുകൾ പതിവാക്കുന്നതിനെ കുറിച്ചുള്ള ബാബ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു: വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്തൊരു കാര്യമാണോ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്, ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളെ ഏതൊരു കാര്യത്തെ തൊട്ടാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നത്, ഫൻതഹു, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യമാണ്, ആ പറച്ചില് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഉലമാക്കൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അനുസരിക്കുക. ത്വാഅതുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യം കൽപ്പിച്ചോ അതനുസരിക്കുക. അതുപോലെ തന്നെ വജ്തിനാബു മാ നഹാ അൻഹു വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെക്കുറിച്ചാണ് വിലക്കിയത് അത് ഉപേക്ഷിക്കുക. നിർബന്ധമാണ്. ഒരാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അത് ദീനാണ് എന്ന് വിശ്വസിക്കണം. അത് എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി പോകും. അപ്പൊ താടി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പൊ താടി വെക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഭാഗമാണ്, അത് നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കൽ, പിന്നെ താടി വെക്കൽ, ഇത് രണ്ടും നിർബന്ധമാണ്. പക്ഷേ ആ വിശ്വാസമില്ലെങ്കിൽ ഒരാൾ പിന്നെ മുസ്ലിം അല്ല. താടി നല്ലൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്, അത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. താടി വെച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരനായി എന്ന് മാത്രം. ആ താടി വടിച്ചതിനുള്ള കുറ്റം അവനുണ്ടാക്കുമെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞെന്ന് മാത്രം. ഏതൊരു ഹദീസ്, ഏതൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ വിശ്വസിക്കൽ ഈമാനിന് ഷർത്താണ്, നിബന്ധനയാണ്. അതില്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതനുസരിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനായിരിക്കും എന്ന് മാത്രം. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു: വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ, വമാ യൻതിഖു അനിൽ ഹവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളല്ല, തനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്ന ആളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വഹ്യായി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് വലിയൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ഹദീസുകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗവേഷണം നടത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അനുസരിക്കാൻ യാതൊരു മടിയും വേണ്ടതില്ല എന്നർത്ഥം. അപ്പൊ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് മറുപടിയാണ്. ഖുർആൻ മാത്രം മതിയായിരുന്നെങ്കിൽ ഹദീസ് വേണ്ട, ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ളൊരു മറുപടിയാണ് ഈ ആയത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ വഹയാണെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പിന്തുടരണമെന്ന് നിർബന്ധമായി. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ഒന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണല്ലോ ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തായി? വഹയായ. അപ്പൊ ഹദീസ് നിഷേധിക്കുന്ന ആൾക്കാർ എന്ത് പറയേണ്ടി വരും? കുറെ വഹി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അവർ പറയേണ്ടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അല്ലാത്തവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാറുണ്ടായിരുന്നു. ആ സംസാരമൊക്കെ ദീനി കാര്യങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതൊക്കെ എന്താണ്? വഹയാണ്. അപ്പൊ വഹയ് കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അവർ പറയേണ്ടി വരും.
അള്ളാഹു ഇറക്കിയ കുറെ വഹി നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അടുത്ത ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബ്കുമുല്ലാഹ്. അപ്പോൾ സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളൊക്കെ വഹയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളതാണെങ്കിൽ അത് അറിയണം എന്ന് ഈമാനുള്ള ഒരാൾ ആഗ്രഹിക്കും. കാരണം റബ്ബിനെ സ്നേഹിക്കുന്ന ഒരാളാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്ന് വന്നാൽ അതറിയണം, അനുസരിക്കണം എന്ന് ഈമാനുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായും ആഗ്രഹിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെ പ്രചോദിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ അത് തെളിയിക്കാനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, ഇത്തിബാ ചെയ്യുക എന്നുള്ളത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ. എല്ലാവരും പറയുന്നുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ മുസ്ലിം അല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത്, ആരാധനാകർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് ഇബാദത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? അങ്ങേയറ്റത്തെ സ്നേഹം. അപ്പൊ അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി അള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രത്യേകമായ ചില ദിക്റുകൾ പറയുന്നത്, പ്രത്യേകമായ ചില പ്രവൃത്തികൾ ചെയ്യുന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ നമസ്കരിച്ചു എന്നുണ്ടെങ്കിൽ അള്ളാഹിനോടുള്ള സ്നേഹം അവന്റെ മനസ്സിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ നമസ്കാരത്തിന് അർത്ഥമില്ല, ഒരു ഇബാദത്തിന് അർത്ഥമില്ല. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരുക. യുഹ്ബിബ്കുമുല്ലാഹ്, അങ്ങനെ ആയാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഈ ആയത്തൊക്കെ ശരിക്ക് വായിച്ചിട്ട് അങ്ങനെ നമ്മൾ പോകാൻ പാടില്ല. അവിടെ ഒന്ന് കുറച്ച് സമയം ചിന്തിക്കണം. എന്താണ് ഈ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കും. ആരാണ് പറയുന്നത്? ആരുടെ സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച, നമ്മയൊക്കെ സൃഷ്ടിച്ച, നമ്മളെ ഓരോ നിമിഷവും വേണ്ട റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്ന, നമ്മുടെ ഭക്ഷണവും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ നിയന്ത്രിക്കുന്ന എല്ലാ ശക്തികളുടെയും ഉടമയായ സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ ഈ ദുർബലനായ മനുഷ്യനെ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ സ്ഥാനം ഇനി എന്താണുള്ളത്? ആലോചിച്ച് നോക്കൂ. ഇതിന് പകരം ഇപ്പൊ നമ്മളോട് പറയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശസ്തനായ ഒരാൾ, ഏതെങ്കിലും മേഖലയിൽ അറിയപ്പെട്ട ഒരാൾ, ചിലപ്പോൾ നല്ലൊരാൾ തന്നെ അയക്കണമെന്നില്ല, അയാൾ എന്നെ ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കും? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഈ ആയത്തിനെ പറ്റി പണ്ഡിതന്മാര് ആയത്തുൽ മിഹ്ന എന്നാണ് പറയുന്നത്. പരിശോധനയുടെ, പരീക്ഷണത്തിന്റെ ആയത്ത്, ഒരു ടെസ്റ്റാണ് ഈ ആയത്ത് എന്ന് പറയുന്നത്. അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുക. അതനുസരിക്കുന്നുണ്ടോ അതനുസരിച്ച് അള്ളാഹിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആയത്തുൽ മിഹ്നയാണ്, ടെസ്റ്റാണ് ഈ ആയത്ത്. എത്രത്തോളം അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയാനുള്ള മാർഗ്ഗമാണ്. എത്രത്തോളം സുന്നത്തുകൾ എടുക്കുന്നുണ്ട്, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്, അതൊക്കെ നോക്കിയാൽ നമുക്ക് തന്നെ സ്വയം അളക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള മാർഗം ഏറ്റവും വലിയ സ്ഥാനമാണ്. അതിലും വലിയ സ്ഥാനം പിന്നെ എന്താണുള്ളത് ഒരു മനുഷ്യന്? അതിനുള്ള മാർഗമാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ തന്നെ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമാണ്. ആരും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ല. എന്താ കാരണം? ചില പൈസയൊക്കെ ഉണ്ടാവും, പക്ഷെ ആർക്കും എന്നെ വേണ്ട എന്നൊക്കെ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ദുർബലരായ മനുഷ്യന്മാർക്ക് നമ്മെ ഇഷ്ടമുണ്ടായ മതിയോ? അവരെക്കാളും വലിയ, മനുഷ്യനോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇസ്സത്തിന്റെയും ഉടമയായ റബ്ബ്, അവന്റെ സ്നേഹം നമുക്ക് വേണ്ടേ? അതല്ലേ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. മനുഷ്യന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം മാറാവുന്നതാണ്. അതിനുവേണ്ടി വിഷമിച്ചിട്ട് കാര്യമില്ല. അത് ഇന്ന് കിട്ടിയത് നാളെ നഷ്ടപ്പെടാനുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ മുഹമ്മദ് അഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു, നീ ആരെ വേണമെങ്കിലും സ്നേഹിച്ചുകൊള്ളുക, അവനെ നീ പിരിയാനുള്ളതാണ്. അതാണ് ദുനിയാവിലെ മനുഷ്യന്മാരുടെ സ്നേഹത്തിന്റെ അവസ്ഥ. ഒന്നുകിൽ വെറുക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ പിരിയും, അല്ലെങ്കിൽ മരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മൾ തന്നെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലായിട്ട്, ഓരോ പ്രായത്തിലൊക്കെ ആയിട്ട് എത്ര ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെ? നമ്മളെ ഇഷ്ടപ്പെട്ടവരൊക്കെ എവിടെ? ഇപ്പൊ അവർ തമ്മിൽ ബന്ധം എന്താണ്? എന്നാൽ ഒരിക്കലും തകരാത്ത ബന്ധമാണ് അള്ളാഹുമായുള്ള ബന്ധം. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹം എന്നും നിലനിൽക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്നേഹം കൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? അത് സ്വർഗം. അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ വലിയ ദറജ കിട്ടാൻ, വലിയ സ്ഥാനം, പദവി കിട്ടാനുള്ള മാർഗം ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുക. ശരിക്കും ഈ ആയത്ത് ഉള്ളിൽ തട്ടിയ ഒരാള് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്
വായിക്കുകയും പഠിക്കുകയും അതറിയാൻ ശ്രമിക്കുകയും അത് പിന്തുടരാൻ ശ്രമിക്കുകയും അത് മാത്രമായിരിക്കും പിന്നെ അയാളുടെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. മൂന്നാമത്തെ പറയുന്ന കാര്യം എന്താണ്? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അതും ഇതിനേക്കാൾ വലിയൊരു നേട്ടം പിന്നെ എന്താണുള്ളത്? നമ്മളൊക്കെ എത്ര എത്ര പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഓരോ പ്രായത്തിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ സമയത്ത് തന്നിട്ടുള്ള നിഅമത്തുകൾ, അതിൽ ചിലപ്പോൾ നമ്മൾ കൂടുതലും ധിക്കാരത്തിന് വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അവന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ അവയവവും അവൻ തരുന്ന പണമാകട്ടെ ആരോഗ്യമാകട്ടെ എന്തൊക്കെയുണ്ടോ സമയം ഒക്കെ നമ്മൾ ധിക്കാരത്തിലാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആ ഭാരം മുഴുവൻ ഇറക്കിത്തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും, എല്ലാം പുറത്തു വരും. എന്താണ് കണ്ടീഷൻ? ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഇനിയുള്ള ആയുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ജീവിക്കുക. അപ്പൊ ഈ വലിയ പദവി, അള്ളാഹുവിന്റെ സ്നേഹവും മഗ്ഫിറത്തും, അതിന് ഉള്ള മാർഗമാണ് ഇത്തിബാ എന്ന് പറയുന്നത്. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലിൽ എന്തുണ്ട്? ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും ആഖിറത്തിനെയും ഉദ്ദേശിക്കുന്ന ആൾക്ക്, അല്ലാഹുവിനെ കണ്ടുമുട്ടണം, നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഏറ്റവും നല്ല മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. നമ്മൾ മാതൃകക്ക് വേണ്ടി എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും, ഏത് വ്യക്തികളെ കുറിച്ച് നമ്മൾ അയാളെ പിന്തുടരാം എന്ന് തീരുമാനിച്ചാലും ആ വ്യക്തിയിൽ ചില ന്യൂനതകൾ നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആൾക്കാർ, നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട എത്ര മഹാനായ ആളാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ ചില ന്യൂനതകൾ ഉണ്ടായിരിക്കും. ഒരു വശം ക്ലിയർ ആണെങ്കിൽ മറ്റൊരു വശം ന്യൂനതകളായിരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാപം പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു മേഖല പോലും ഒരു ന്യൂനതയും ഉള്ളതല്ല. കമാൽ, മനുഷ്യന് സാധ്യമായ പൂർണ്ണത, അത് നേടിയിട്ടുള്ള മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർണ്ണത. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തിത്വത്തിന്റെ വിശേഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറയുന്നത്, വാക്കുകളും പ്രവൃത്തികളുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യാനുള്ള മറ്റൊരു പ്രേരണയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു മാതൃക നമുക്ക് വേണം. ഒരു മാതൃക ആയിട്ടൊരാളുണ്ടെങ്കിലേ മനുഷ്യന് എന്ത് നേട്ടവും ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയേക്കാണ്, ഏതൊരു മേഖലയിൽ വിജയിച്ച ആളുകളാണെങ്കിലും അവർ പറയും, എനിക്ക് മാതൃകയും പ്രചോദനമായിട്ട് ഇന്നൊരാളുണ്ട്, അയാളെ പിന്തുടർന്നിട്ടാണ് ഞാൻ ഇവിടെ എത്തിയതെന്നൊക്കെ പറയും. നിസ്സാരമായ ദുനിയാവിന്റെ വിജയം നേടുന്ന ആൾക്കാർ അതല്ലേ, എന്തെങ്കിലും ഒരു പരീക്ഷയിൽ വിജയിച്ചാൽ അവനോട് ഇന്റർവ്യൂ നടത്തും. എന്തിനാ ഇന്റർവ്യൂ നടത്തുന്നത്? അവനെപ്പോലെ നമ്മുടെ മക്കളൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അത് നശിച്ചു പോകുന്നതാണ്, ദുനിയാവാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവന്റെ ദീനിലും അവന്റെ ആഖിറത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളിലും ഇങ്ങനെയുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങളിലൊക്കെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം നന്നാക്കാൻ നല്ലൊരു വ്യക്തിത്വമാകാനുള്ള മാർഗമാണ് ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക എന്നുള്ളത്. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണേ സത്യം, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. ഏതുവരെ? ഒരാൾ വിശ്വാസിയാകണം, മുഅ്മിനാകണം എന്നുണ്ടെങ്കിൽ ഷർത്തായിട്ടുള്ള കാര്യമാണ് ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുള്ള കാര്യങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, അപ്പൊ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓരോരുത്തരുടെയും ബുദ്ധി ഉപയോഗിച്ച് ഓരോരുത്തരുടെയും പൊതുവിജ്ഞാനം അനുസരിച്ച് അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. നാവിന്റെ നീളമുള്ളവൻ ജയിക്കും. അതല്ല ഒരു മുഅ്മിന്റെ പ്രത്യേകത. ഹത്താ യുഹക്കിമൂക, താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഹദീസിൽ എന്താണുള്ളത് എന്നറിയാൻ ശ്രമിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നത് വരെ. ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا, എന്നിട്ട് അത് കണ്ട് മനസ്സിലാക്കിയാൽ, നമ്മൾ രണ്ടാളും തമ്മിൽ പ്രശ്നമായി, ചർച്ച ചെയ്തു, ഇങ്ങനെ ഹദീസ് ഉണ്ട്, അത് കാണുമ്പോ എന്നാ ശരി തൽക്കാലം വിട്ടു എന്നല്ല. ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِمَّا قَضَيْتَ, അവരുടെ മനസ്സിൽ ഒരു മുറുമുറുപ്പ്, ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല. ആ വിധിയോട് ഒരു പ്രതിഷേധമുണ്ടാകാതെ സമർപ്പിക്കുന്നത് വരെ, അതിനു മുമ്പിൽ കീഴടങ്ങുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അതിനവർ കീഴടങ്ങുന്നത് വരെ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ തമ്മിൽ ഏത് മേഖലയിലായാലും, കുടുംബത്തിന്റെ കാര്യത്തിലായാലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും, മാതാപിതാക്കൾ തമ്മിലായാലും, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളും തമ്മിലായാലും, ഉസ്താദും ശിഷ്യനും തമ്മിലായാലും, ആര് തമ്മിലായാലും, നമ്മളെക്കാളും ചെറിയ ആളാണ് നമ്മളോട് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഹദീസ് ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാളും ഇൽമു കുറഞ്ഞ ആളായിരിക്കും. ചിലപ്പോൾ അവൻ പറഞ്ഞത് മര്യാദക്കായിരിക്കില്ല, അവൻ ചിലപ്പോൾ അപമര്യാദയായിട്ട് ആൾക്കാരുടെ ഇടയിൽ അപമാനിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِمَّا قَضَيْتَ,
താങ്കളുടെ വിധിയിൽ അവർക്കൊരു അസംതൃപ്തിയും ഒരു പ്രതിഷേധവും ഉണ്ടാകാൻ പാടില്ല. എങ്കിലേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. ഇതൊക്കെ വളരെ ഭാരമുള്ള ആയത്തുകളാണ്, നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ പ്രയാസമുള്ള ആയത്തുകളാണ്. പക്ഷെ നമ്മൾ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുക, അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. സ്വന്തത്തോട് നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരും അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് കീഴൊതുങ്ങാൻ വേണ്ടി. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ പരസ്പരം തർക്കത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആ കാര്യം നിങ്ങൾ മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും ആഖിറത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. എന്തൊരു ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അങ്ങനെ ഒരു സംസാരം തന്നെ പലപ്പോഴും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോടതിയിൽ പോയിട്ട് ഏതെങ്കിലും താഗൂത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഭാഗം ജയിപ്പിക്കുക എന്നായിരിക്കും അധികം ആളുകളുടെയും ചിന്ത. നേരെ മറിച്ചൊരു മുഅ്മിന്റെ ചിന്ത അങ്ങനെയല്ല. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നമ്മൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമേ അധികാരമുള്ളൂ. മറ്റ് മാർഗങ്ങളൊക്കെ ദറൂറത്തിൽ മാത്രം, കുടുങ്ങിപ്പോയാൽ മാത്രം. അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് ഒരു മുഅ്മിന്റെ കാര്യത്തിൽ വിധി പറയാനുള്ള അധികാരമുള്ളൂ. അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണ് റസൂലിനെ അനുസരിച്ചത് അവൻ അല്ലാഹുവെ അനുസരിച്ചിരിക്കുന്നു. ഇതും സുന്നത്ത് പിന്തുടരാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. റസൂലിന്റെ ഒരു ഹദീസ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. കാരണം അല്ലാഹുവാണ് വഹ്യ് നൽകിയിട്ടുള്ളത്. ആ ഹദീസ് അല്ലാഹുവിന്റെ വഹ്യാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ സിറാത്തില്ലാഹ്, തീർച്ചയായും താങ്കൾ ശരിയായ സിറാത്തുൻ മുസ്തഖീമിലേക്ക്, നേർമാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. സിറാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടർന്നാൽ അവൻ നേരായ വഴിയിലായിരിക്കും, അവൻ ദലാലത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. ഈ ആയത്ത് ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ ഹിദായത്തിലാക്കുന്നത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഉലമാക്കൾ പറയുന്നത് ഹിദായത്ത് രണ്ട് വിധത്തിലുണ്ട്. ഹിദായത്തു ദലാല, ഹിദായത്തു തൗഫീഖ്. ഒരു കാര്യം ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ഹിദായത്ത് എന്ന് പറയും, വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നാൽ അത് പിന്തുടരാനുള്ള ഭാഗ്യം നൽകുക എന്നുള്ളത്, തൗഫീഖ് നൽകുക എന്നുള്ളത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ചെയ്യുന്ന കാര്യമാണ്. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. ഇനി ഈ സുന്നത്ത് പിന്തുടരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ ഹദീസ്, ഈ ആയത്തുകളൊക്കെ പറഞ്ഞു. ഇതൊന്നും നമ്മുടെ ഉള്ളിൽ തട്ടുന്നില്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരായത്തുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലിന്റെ കൽപ്പന പരിഗണിക്കാതെ അവഗണിച്ച് നടക്കുന്ന, അതിനെ എതിരായി നടക്കുന്ന ആളുകൾ പേടിച്ചു കൊള്ളട്ടെ. അപ്പോൾ റസൂലിന്റെ കൽപ്പന ധിക്കരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ പെടുമോ? അതാണ് ഒന്നാമത് ചിന്തിക്കേണ്ടത്. നമ്മൾ സുന്നത്ത് പഠിക്കുന്നില്ലെങ്കിൽ, റസൂലിന്റെ ഹദീസുകളും സുന്നത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മളതിൽ പെടും. കാരണം സുന്നത്ത് ഏതാണ്, ഹദീസ് എന്താണ്, റസൂലിന്റെ ഹുക്ം എന്താണെന്ന് അറിയണ്ടേ. അറിഞ്ഞാലേ അതനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പഠിക്കാൻ തന്നെ ഒരാൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും അതിൽ പെടും. അല്ലെങ്കിൽ പിന്നെ ഈ വഹീന്റെ ആവശ്യമില്ലല്ലോ. വെറുതെ ഇരിക്കുന്നവരൊക്കെ സുന്നത്തിന്റെ വഴിയിലാവുമെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ റസൂലിന്റെ സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ ശ്രമിക്കാത്ത ആളുകളൊക്കെ ഇതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, റസൂലിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവർ പേടിച്ചു കൊള്ളട്ടെ. എന്താണ് പേടിക്കേണ്ടത്? എന്താണ് ശിക്ഷ? റസൂലിന്റെ സുന്നത്ത് ഇത്തിബാ ചെയ്യാത്ത ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അൻ തുസീബഹും ഫിത്ന, ഫിത്ന അവരെ ബാധിക്കുമെന്ന് അവർ പേടിച്ചു കൊള്ളട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതദ്രി മൽ ഫിത്ന, ഈ ആയത്തിൽ പറഞ്ഞ ഫിത്ന എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുമോ? അൽ ഫിത്നതു അശ്ശിർക്ക്, ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലഅല്ലഹു ഇദാ റദ്ദ ബഅദ അംരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഒരു കൽപ്പന അവൻ തള്ളിക്കളഞ്ഞാൽ, അൻ യഖഅ ഫീ ഖൽബിഹി ഷൈഉൻ മിനസ് സൈഗി ഫയഹ്ലക്, അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സൈഗ്, ഒരു വഴിപിഴവ് വരികയും അവൻ നശിച്ചു പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് തള്ളിക്കളഞ്ഞു, പിന്നെയും ഒരു ഹദീസ് തള്ളിക്കളഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും ഒരു ഒഴികഴിവ് കണ്ടെത്തി, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ സുന്നത്തിനോട് വെറുപ്പ്, പിന്നീട് ഹദീസുകൾ കേൾക്കുമ്പോൾ ഒരു വെറുപ്പ്. എന്റെ വാദത്തിനെതിരായിട്ട് എപ്പോഴും ഹദീസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവ സുന്നത്തിനോട് പതുക്കെ മനസ്സിലൊരു വെറുപ്പ്. അത് വന്നാൽ എന്തായി? കാഫിറായി, മുശ്രിക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി.
അവ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ദീന് റസൂലിന്റെ സുന്നത്ത് പഠിക്കുകയും ഇത്തിബാ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്നതാണ്. തങ്ങളുടെ ഹവക്ക്, തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് യോജിക്കാത്തതൊക്കെ എതിർത്ത് അവസാനം പിന്നെ അവർക്ക് സൗകര്യം എന്തായിരിക്കും? ഹദീസ് നിഷേധിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരലായിരിക്കും അവർക്ക് സൗകര്യം. അങ്ങനെ അങ്ങോട്ട് ആയി വരും. അവസാനം ഹദീസ് നിഷേധിക്കുക എന്നുള്ളത് ഒരു ആദർശമായിട്ടൊന്നുമല്ല. ഹദീസിന്റെ പ്രാമാണികതയെക്കുറിച്ച് പഠിച്ച് എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. നേരെ മറിച്ച് തങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് ഇതിൽ സാധ്യതയില്ല, സുന്നത്തിന്റെ മാർഗത്തിൽ പോകുമ്പോൾ അത് നടക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ പിന്നെ ഞാൻ ഇന്ന ആളുടെ അനുയായിയാണ്, മറ്റേ ആളുടെ അനുയായിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഹദീസുകൾ, റസൂലിന്റെ സുന്നത്ത് അതിനെ എതിർത്താൽ ഈ സൈഗ്, മനസ്സിൽ വരുന്ന വക്രത, അത് സംഭവിച്ചു പോയേക്കും എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഔ തുസീബഹും ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷ, മുശ്രിക്കായിട്ടില്ല വേറെ എന്തെങ്കിലും ശിക്ഷ അള്ളാഹുവിൽ നിന്ന് വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തിബാ ചെയ്തിട്ടില്ലെങ്കിൽ, റസൂലിനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ രണ്ട് താക്കീതാണ് അത് തരുന്നത്. ഒന്നുകിൽ അള്ളാഹുവിന്റെ അദാബ്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ അദാബ് വരും, അതല്ലെങ്കിൽ മുശ്രിക്കായി മരിക്കേണ്ട, കാഫിറായി മരിക്കേണ്ട അവസ്ഥ വരും. ദുനിയാവിൽ വലിയ ഖുർആനിസ്റ്റാണ്, അള്ളാഹിന്റെ അടുത്ത ആളാണെന്നുള്ള നിലക്കാണ് നടക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും ഖുർആൻ എടുക്കാത്ത ആൾക്കാരെ പോലെ, അവര് ഖുർആന്റെ സ്വന്തം ആളുകളായി, അഹ്ലുൽ ഖുർആൻ എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കാഫിറുകളാണ്, അവർ മുസ്ലിമല്ല. അവരവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സുന്നത്തിനോടുള്ള ഈ വെറുപ്പ് അവരെത്തിക്കുന്നത് അവസാനം ഇങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. വഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുകയാണ് സൂറത്തുൽ അഹ്സാബിൽ, വദ്കുർന, നിങ്ങൾ ഓർക്കുകയും ചെയ്യുക, മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്ന കാര്യങ്ങൾ. എന്താണ് ഓതുന്നത്? മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, അള്ളാഹുവിന്റെ ആയത്തുകളും അതുപോലെ ഹിക്മത്ത് അഥവാ സുന്നത്ത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഖുർആൻ ധാരാളമായി ഓതാറുണ്ടായിരുന്നു, വഹി അവിടെ വെച്ച് ഇറങ്ങാറുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ വഹി വീട്ടിൽ ഓതാറുണ്ട്, ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളുക, അതൊക്കെ പഠിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് അള്ളാഹു കൽപ്പിക്കാം. അപ്പൊ വീടുകളില് സുന്നത്ത് പഠിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളത് അത് വലിയ ഖൈറിനും ബർക്കത്തിനും കാരണമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഭാര്യമാരോട് അല്ലാഹു തആല കൊടുത്ത കൽപ്പനയാണ്. അപ്പൊ അത് നമുക്കും അതിൽ മാതൃകയുണ്ട്. വീട്ടിൽ കുടുംബവുമായിട്ടൊക്കെ ഇരുന്ന് ഹദീസുകൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിന് വളരെ പറ്റിയ ഒരു കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. നമ്മളിപ്പോൾ ഹദീസുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വലിയ വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഹദീസുകളാണ്. ഇതൊരു ദിവസം 1-2 ഹദീസുകൾ എപ്പോഴെങ്കിലും 10 മിനിറ്റ് നമ്മൾ വായിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ആണെങ്കിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് തിരുത്താനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. റസൂലിന്റെ സുന്നത്ത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക, വീട്ടിൽ പ്രത്യേകിച്ചും. ഇനി ഈ ബാബിലുള്ള ഹദീസുകൾ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ ഹദീസ്, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. നമ്മൾ ബാബ് ഏതാണ്? അൽ മുഹാഫളത്തു അല സുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുന്നതിന്റെ അധ്യായം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിടത്തോളം നിങ്ങൾ എന്നെയും വെറുതെ വിടുക. എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളോട് പറയുന്നതനുസരിച്ചാൽ മതി. ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ അഥവാ അഹ്ലുൽ കിതാബിനെ, യഹൂദികളെയും നസ്രാനികളെയും നശിപ്പിച്ച കാര്യം എന്താണ്? കസ്റത്തു സുആലിഹിം, അവരുടെ അധികരിച്ച ചോദ്യങ്ങളാണ്. വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, അവരുടെ അംബിയാക്കളെ അവരെതിർത്തതാണ്. അംബിയാക്കള് പറഞ്ഞതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയില്ല. ഫഇദാ നഹൈതുക്കും അൻ ഷൈഇൻ, ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളെ വിലക്കിയാൽ ഫജ്തനിബൂഹു, അത് നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. വഇദാ അമർതുക്കും ബിശൈഇൻ, ഞാൻ എന്തെങ്കിലും കാര്യം കൽപ്പിച്ചാൽ ഫഅതു മിൻഹു മസ്തതഅതും, കഴിവിന്റെ പരമാവധി അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക, ഒരു കാര്യം വിലക്കിയാൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക, ഒരു കാര്യം കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി അത് ചെയ്യുക. അതാണ് ഈ ഹദീസിലെ പ്രസക്തമായ ഭാഗം. അപ്പോൾ ഹറാമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പൂർണ്ണമായും ഒഴിവാക്കുക. കൽപ്പിച്ച കാര്യങ്ങൾ ഫർളുണ്ടാകും, സുന്നത്തുണ്ടാകും. ഫർളുകൾ പൂർണ്ണമായിട്ട് ചെയ്യണം,
സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി ചെയ്യുക. അതാണ് ഈ ഹദീസിന്റെ ആശയം. അടുത്ത ഹദീസ് അൻ അബി നജീഹിൻ അൽ-ഇർബാദ് ബിൻ സാരിയത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, വളരെ പ്രശസ്തമായ ഹദീസാണ്. ഹദീസു അൽ-ഇർബാദ്. ഇർബാദ് ബിൻ സാരിയ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾ ഉപദേശിച്ചു. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉപദേശിച്ചു. മൗഇളതൻ ബലീഗതൻ, വളരെ ഉള്ളിൽ തട്ടുന്ന ഒരു ഉപദേശം. മൗഇളത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറബിയിൽ അത്തർഗീബു അഫൻ അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി അൽ മഖ്റൂനു ബിത്തർഗീബി വത്തർഹീബ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അതിന്റെ കൂടെ തെർഗീബും തെർഹീബും. നന്മ കൽപ്പിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ പറയാം, തിന്മ വിലക്കുമ്പോൾ അതിന്റെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യാം. ഇത് രണ്ടും കൂടിയതാണ് വഅദ് എന്ന് പറയാം. നല്ല വഅദ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം എന്താന്ന് പഠിപ്പിക്കും, അത് സ്വർഗത്തെക്കുറിച്ച് പറയും, അതിന്റെ ഫായിദയെക്കുറിച്ച് അതിന്റെ ഫളലിനെ കുറിച്ച് പറയും. അതുപോലെ തെറ്റുകൾ വിലക്കും, അത് വിലക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ അപകടങ്ങളെ കുറിച്ച് പറയും. ഇപ്പൊ വഅദ് ഉപദേശം എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ഉപദേശിക്കുക എന്നുള്ളത്. ഒരാൾക്കൊരു കാര്യം അത് ഹറാമാണ്, ഇത് ഫർളാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അത് പറഞ്ഞു കൊടുത്താൽ തന്നെ അനുസരിക്കുന്നവരുണ്ടാകും, നല്ല ദീനിയായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിനെ പേടിക്കുന്ന ആൾക്കാർ. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അവർക്കതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും, അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതിനാണ് വഅദ് എന്ന് പറയാം. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാരോട്, നമ്മുടെ ഇളയ സഹോദരങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വഅദായിരിക്കണം. ദീനിനോട് നല്ല താല്പര്യമുള്ള പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വഅദിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ഇത് ഹറാം, ഇത് ഫർള് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ മതിയാവും. ഇതൊക്കെ നിർബന്ധമാണ്, ഇതൊക്കെ ഒഴിവാക്കണം, ഇതിന്റെ ഹുക്കം ഇതാണ്, ഇതിന്റെ ഹദീസ് തെളിവ് ഇതാണ്, ആയത്ത് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അവരതനുസരിച്ചോളും. അതായത് പഠിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. നേരെ മറിച്ച് അത്ര ദീനിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ആയിരിക്കുമ്പോൾ അവരോട് എന്ത് ചെയ്യണം? അവരോട് ഇതുപോലെ വഅദായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇടക്ക്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വഅദ് നടത്തി. മൗഇളതൻ ബലീഗ, ആഴത്തിൽ മനസ്സിൽ തട്ടുന്നൊരു ഉപദേശം. വജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ട് മനസ്സുകൾ പേടിച്ചുപോയി. വദറഫത് മിൻഹൽ ഉയൂൻ, അത് കേട്ട് കണ്ണുകൾ നിറഞ്ഞു ഒഴുകിപ്പോയി. ഇപ്പൊ സഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ കരയുമായിരുന്നു. ചില ഹദീസിൽ കാണാം എല്ലാവരും കരഞ്ഞു എന്ന് പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ആ സദസ്സിൽ നിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം ഉയർന്നു എന്നൊക്കെ കേൾക്കാം. കാരണം എന്നൊക്കെ ഹദീസിൽ കാണാം. കാരണം എന്താണ്? അവരത്രയും യഖീനിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ വഹയാണ്, ഈ പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഉറപ്പിലായിരുന്നു അവരിരുന്നിരുന്നത്. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് ഒരു ബാബിൽ കണ്ടു. എന്താണ്? ഹൻദല റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലായിരിക്കുമ്പോൾ കഅന്നഹുമാ റഅയ ഐൻ, സ്വർഗവും നരകവും ഒക്കെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തോന്നും. അത്രയും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കരഞ്ഞുപോയി സഹാബത്ത്. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ, റസൂലെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെയുണ്ടല്ലോ. ഇപ്പൊ സാധാരണഗതിയിൽ യാത്ര പറയുന്ന സമയത്ത് നമ്മൾ കുറെ കാലം ഒരുമിച്ച് ജീവിച്ചു, എന്നിട്ട് പിരിഞ്ഞു പോകുകയാണ്. പണ്ടത്തെ കാലമാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം വീണ്ടും കാണാൻ പറ്റും. കാരണം വാഹനങ്ങളുണ്ട്. ഇവിടുന്ന് വിദേശത്തേക്ക് പോയാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ആഴ്ചയിൽ വിദേശത്ത് പോയി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഒരാൾ യാത്ര പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവന് ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല ജീവിതത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ആ പിരിയുന്ന സന്ദർഭത്തിൽ ഇപ്പോഴും അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വർഷങ്ങളോളം കാണൂല എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ പിരിയും. ആ സമയത്ത് ഒരാൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ തട്ടും. നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തട്ടും. അതുപോലെ തന്നെയാണ് മരണ സന്ദർഭത്തിലുള്ള ഉപദേശം. അതും ഒരു യാത്ര പിരിയലാണ്. മരിക്കാൻ കിടക്കുന്ന ഒരാൾ ഉപദേശിച്ചാൽ ആ ഉപദേശം വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും. അതുപോലെ തന്നെ കേൾക്കുന്ന ആൾക്ക് വളരെയധികം മനസ്സിൽ തട്ടുകയും ചെയ്യും. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, ഇതൊരു യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ, അഥവാ മരിച്ചു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ എന്ന പേടിയോടെയാണ് അവർ ചോദിക്കുന്നത്. ഫഔസിന, ഞങ്ങൾക്കൊരു വസിയത്ത് തരണം, ഒരു പ്രധാനപ്പെട്ട ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള തഖ്വ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. ഏറ്റവും വലിയ വസിയത്താണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്ന് പറയുന്നത്. സലഫു സാലിഹ്യങ്ങൾ പരസ്പരം വസിയത്ത് ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. വലഖദ് വസ്സൈന, തീർച്ചയായും ഞാൻ വസിയത്ത് നൽകിയിരിക്കുന്നു. എന്താ വസിയത്ത് എന്ന് പറഞ്ഞാൽ? അൽ അംറുൽ മുഅക്കദ്, ഉറപ്പിച്ചിട്ടുള്ള കൽപ്പന. അതല്ല നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നൽകുന്ന എന്താ പറയാ വിൽപത്രം, അതിന് അറബിയിൽ വസിയത്ത് എന്നാ പറയാ. കാരണം എന്താ? അത് ഉറപ്പായിട്ട് നടപ്പിലാക്കിയിരിക്കണം. അയാളുടെ സ്വത്ത് എങ്ങനെ ചെലവഴിക്കണം എന്ന് എഴുതി വെക്കുന്നതാണ്. അത് നിർബന്ധമാണ്.
അതുപോലെ ഉറപ്പുള്ള ഉപദേശത്തിനാണ് വസിയത്ത് എന്ന് പറയുന്നത്. വലഖദ് വസ്സൈന, തീർച്ചയായും നാം വസിയത്ത് നൽകിയിരിക്കുന്നു അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും, അഹ്ലുൽ കിതാബിനും നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ഉമ്മത്തുകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള വസിയത്താണ് അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ പാലിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുള്ള വസിയത്താണ്. അമ്പിയാക്കൾ അവരുടെ അനുയായികൾക്കും കൊടുത്തിട്ടുള്ള വസിയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിന് കൊടുത്തിട്ടുള്ള വസിയത്താണ് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഉലമാക്കളുടെ നേതാവായിരിക്കും എന്നാ പറയുന്നത്. മൊത്തം മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കൾ സ്വർഗത്തിൽ വരുമ്പോൾ അവരുടെ മുമ്പിൽ നേതാവായിട്ട് ഉണ്ടായിരിക്കും മുആദ് ബിൻ ജബൽ. അത്രയും വലിയ തഖ്വയുള്ള, അത്രയും ഇൽമുള്ള സ്വഹാബിയായ മഹാനാണ് മുആദ് ബിൻ ജബൽ. അങ്ങനെയുള്ള ആളോടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മളിപ്പോ ഒരാളെ വിളിച്ചിട്ട്, നമ്മുടെ സുഹൃത്തെ വിളിച്ചിട്ട് നമ്മളെന്തെങ്കിലും കുറച്ചു നേരം സംസാരിച്ച് പിരിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് പിരിയുമ്പോൾ, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഈ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് പേടിയോ അല്ലെങ്കിൽ നമുക്ക് വെറുപ്പൊക്കെ ആയിരിക്കും. ഇവനെന്തോ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അത് നമ്മൾ ഈ സുന്നത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തഖ്വ എന്നുള്ളത് അള്ളാഹുവിന്റെ വസിയത്താണ്. അള്ളാഹ് അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുള്ള വസിയത്താണ്, നിങ്ങൾ തഖ്വ പാലിക്കണം. അമ്പിയാക്കൾ അവരുടെ അടുത്ത ആളുകൾക്ക് കൊടുത്തിട്ടുള്ള വസിയത്താണ്. മുൻഗാമികളെ കുറിച്ച് പറഞ്ഞു കേൾക്കുക, ചില ആളുകൾ അവരോട് ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം കണ്ട് വീണുപോകും പേടിച്ചിട്ട്. അപ്പൊ അങ്ങനെ വളരെ ഗൗരവമായിട്ട് അവർ കണ്ടിരുന്നൊരു കാര്യമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അപ്പൊ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഹദീസിന്റെ ശറഹിൽ പറഞ്ഞിട്ടുള്ളത്, ശർഈയായ വാക്കുകൾ വെച്ച് ഏറ്റവും ആമായിട്ടുള്ള വാക്കാണ്, ഏറ്റവും വിശാലമായിട്ടുള്ള വാക്കാണ് തഖ്വ. തഖ്വയുടെ അർത്ഥം സൂക്ഷിക്കുക എന്നാണ്. അള്ളാഹുവിന്റെ അദാബ് നമ്മെ ബാധിക്കാതെ സൂക്ഷിക്കുക, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിന്റെ അദാബ് ബാധിക്കാതെ, നരകം നമ്മൾ ബാധിക്കാതെ, അള്ളാഹിന്റെ അദാബ് എന്ന് പറഞ്ഞാൽ നരകം മാത്രമല്ല, ദുനിയാവിലും അള്ളാഹിന്റെ അദാബുണ്ട്. ദുനിയാവിൽ അള്ളാഹുവിന്റെ അദാബ് എന്തായിരിക്കും? രണ്ടു രൂപത്തിൽ അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവും. ദുനിയാവിൽ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ലാഹിറായ അദാബ് കൊടുക്കും. ലാഹിറായ അദാബ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണം. അത് ചിലർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമായിരിക്കും, ചിലർക്ക് അദാബായിരിക്കും. തൗബ ചെയ്യാതെ ഒരു പാപിയാണെങ്കിൽ, ഫാസിഖാണെങ്കിൽ അവന് പെട്ടെന്നുള്ള മരണം അദാബാണ്. ഒരു മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ അവന് പെട്ടെന്നുള്ള മരണം റാഹത്താണ്, അവൻ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെയുള്ള ലാഹിറായ അദാബുകൾ, കടവും ഈ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിരുന്ന ഒരാളാണെങ്കിൽ അവന് പരീക്ഷണമായിരിക്കും. അപ്പോ ഫാജിറായ കാഫിറായ ഒരാൾക്ക് ഇതൊക്കെ ശിക്ഷയായിട്ട് കിട്ടാം, ലാഹിറായിട്ടുള്ള ശിക്ഷകൾ. അതുപോലെ തന്നെ ബാത്തിനായ ശിക്ഷ ഉണ്ട്. എന്താ ബാത്തിനായ ശിക്ഷ എന്ന് പറഞ്ഞാൽ? ഇബാദത്തുകളിൽ ഒരാൾക്ക് ഖുശൂ ഇല്ല, അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഇല്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്, നല്ല വീട് അള്ളാഹു താല തന്നു, ചിലപ്പോൾ ഒരു അദാബായിട്ടായിരിക്കും ആ വീട് തന്നിട്ടുള്ളത്, അത് വലിയൊരു നിഅമത്താണെന്ന് വിചാരിക്കും. ആ വീട് ഉണ്ടായതിനു ശേഷം പിന്നെ പള്ളിയിലേക്ക് പോയിട്ടില്ല, പിന്നെ ഫജ്റിന് പോയിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു ട്രിപ്പ് പോയി, ഒരു 4 ദിവസം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഏതെങ്കിലും റിസോർട്ടിലേക്ക് പോയി, ആ 4 ദിവസം ഒരു വക്ത് പോലും നമസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫജ്ർ എന്തായാലും നമസ്കരിച്ചിട്ടില്ല, പള്ളിയിൽ എന്തായാലും പോയിട്ടില്ല. അപ്പൊ അത് വലിയൊരു നിഅമത്തായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ അത് ബാത്തിനായ അദാബാണ്, രഹസ്യമായ ശിക്ഷയാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ലാഹിറായിട്ടും ബാത്തിനായിട്ടും ശിക്ഷിക്കും. ഇസ്തിദ്റാജ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ കൂട്ടിത്തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ഇസ്തിദ്റാജാണ്. അള്ളാഹു തആല ഇങ്ങനെ നീട്ടിത്തരുന്നതാണ്. നമ്മൾ മീൻ പിടിക്കുമ്പോൾ, ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുമല്ലോ, എന്തിനാ? അവസാനം പിടിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അവൻ പാപിയായി തന്നെ മരിക്കാൻ വിട്ടു എന്നതിന്റെ അടയാളമാണ് പാപങ്ങൾക്കനുസരിച്ച് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ലാഹിറും ബാത്തിനുമായ ശിക്ഷ ദുനിയാവിൽ തന്നെ ഉണ്ട്. ബർസഖിൽ ശിക്ഷ ഉണ്ട്, ഖബറിൽ ശിക്ഷ ഉണ്ട്, അതുപോലെ ആഖിറത്തിൽ നരകമുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ അദാബാണ്. അള്ളാഹു ഇതിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഈ വക അദാബുകളൊന്നും നമുക്ക് കിട്ടാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കവചം, ഒരു മറ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് തഖ്വ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അള്ളാന്റെ അദാബിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ തഖ്വയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ അദാബ് ചിലപ്പോൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ പലരും, പല തെറ്റുകൾക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് തഖ്വ എന്ന് പറയുന്നത്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എങ്ങനെ രക്ഷപ്പെടാം? ഫിഅലുൽ മഅ്മൂർ വതർക്കുൽ മഹ്ദൂർ, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, വിലക്കിയത് ഒഴിവാക്കുക. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശർഈയായ ഇൽമു വേണം. എന്തൊക്കെയാ അള്ളാഹ് കൽപ്പിച്ചതെന്ന് അറിയണ്ടേ? ഇപ്പൊ ഈ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ അടുത്ത് മൗദൂആയ കെട്ടുകഥകളായിട്ടുള്ള ഹദീസുകളൊക്കെ ഉണ്ട്. എന്താണ്?
നബിദിനം ആഘോഷിച്ചാൽ ഒരു കൊല്ലത്തെ പാപങ്ങളൊക്കെ പൊറുക്കും. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനേക്കാളും അഫ്ളലാണ്. ഇങ്ങനെയൊക്കെയുള്ള വാറോലകൾ കൊണ്ടാണ് അവരിത് ആഘോഷിക്കുന്നത്. അവരുടെ തഖ്വയുടെ ഭാഗമായിട്ടാണ് അവരത് കാണുന്നത്. പക്ഷെ എന്താണ്, ഇൽമില്ലാത്തത് കൊണ്ട് അവർക്ക് തഖ്വ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ തഖ്വ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഇൽമ് പഠിക്കണം. എന്തൊക്കെയാണ് ഹറാം, എന്തൊക്കെയാണ് വാജിബ് എന്ന് പഠിക്കണം. എന്നിട്ടത് ജീവിതത്തിൽ കൊണ്ടുവരണം, അമലാക്കണം. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ അദാബും നമ്മളും തമ്മിൽ മറയായി, രക്ഷയായി. അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് തഖ്വയുടെ അർത്ഥം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഇതാണ്, ഊസീകും ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അപ്പൊ ഇത് നമ്മളൊക്കെ പരസ്പരം വസിയത്ത് ചെയ്യണം, നമുക്ക് പരസ്പരം പറയണം. നമുക്ക് ചിലപ്പോ വർഷങ്ങളായിട്ട് ഒരാൾ നമ്മോട് പറയാത്ത വാക്കായിരിക്കും ഇത്, തഖ്വയെ കുറിച്ച്. അപ്പോ അതാണ് ഒന്നാമത്തെ കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വസ്സംഇ വത്താഅ, രണ്ടാമത് പറഞ്ഞ കാര്യം സമഉം ത്വാഅത്തും, കേൾക്കുക, അനുസരിക്കുക. മുസ്ലിമായ ഭരണാധികാരിയോടുള്ള ബാധ്യതയാണ് അസ്സംഉ വത്താഅ, അയാളുടെ കൽപ്പനകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് അഹ്ലുസുന്നത്തിനെയും ഖവാരിജുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാന തത്വമാണ്. ഇത് അനുസരിക്കുന്ന ആൾക്കാരാണ് അഹ്ലുസുന്ന, ഇത് നിഷേധിക്കുന്നവരാണ് ഖവാരിജ്. അവർ ഭരണാധികാരിയെ അനുസരിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു നല്ല സ്വഭാവമാണ് വലിയുൽ അംറിനെ, ഭരണാധികാരിയെ അനുസരിക്കാതെ. മുസ്ലിമായ വലിയുൽ അംറിനെ കുറിച്ചാണ് പറയുന്നത്. ജാഹിലിയ കാലത്തെ അറബികള് അവർക്ക് വലിയ അപമാനമായിരുന്നു ഒരാളെ അനുസരിക്കുക എന്ന് പറയുന്നത്. ആരും അനുസരിക്കൂല, അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. അതായിരുന്നു ജാഹിലിയത്തിലെ പ്രത്യേകത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അവരെ പഠിപ്പിച്ച കാര്യമാണ് ഭരണാധികാരിയെ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതുകൊണ്ട് സമാധാനം ഉണ്ടാകും നാട്ടില്, എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കും. സ്വസ്ഥതയും സമാധാനം ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ ഈ വലിയുൽ അംർ പറയുന്ന അനുസരിക്കാൻ പാടില്ല. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, അവന് ചങ്ങലയിലാക്കിയത് മുതലാളിമാരാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാമിന്റെ സന്ദേശമല്ല, അത് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പഴച്ച ജാഹിലിയത്ത്, പഴയ കാലത്തുള്ള അറബി ജാഹിലിയത്ത് പോലെ തന്നെ ആധുനിക ജാഹിലിയത്താണെന്ത്, ഭരിക്കുന്ന ആൾക്കാർ എതിർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് കാണുന്നവരുണ്ട്. അതിന്റെ അർത്ഥം ഒരിക്കലും ഈ ഭരണാധികാരികൾ അവർ തെറ്റും ചെയ്യാത്തവരാണെന്നോ അവർ ചെയ്യുന്ന തെറ്റിനൊക്കെ നമ്മൾ ന്യായീകരിക്കണമെന്നോ ഒന്നുമല്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. നേരെ മറിച്ച് ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഭരണാധികാരി എല്ലാ ആയുധവും സൈന്യവും ഒക്കെ കയ്യിലുള്ള ഒരാൾ, അയാൾ ചെയ്യുന്ന തെറ്റിങ്ങനെ അങ്ങാടിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അയാൾക്കെതിരെ ജനങ്ങളെ മനസ്സിൽ വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? യാതൊരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് വിപരീത ഫലമാണ് ഉണ്ടാവുക. നാട്ടിലുള്ള നല്ല മനുഷ്യന്മാരെ ഈ ഭരണാധികാരി അടിച്ചമർത്താൻ കൂടുതൽ അത് കാരണമാവും. ഇപ്പൊ ഖുത്ബയിൽ സ്ഥിരം അങ്ങനെ രാജാവിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. രാജാവ് എന്ത് ചെയ്യും? ഇവനെ മാറ്റിയിട്ട് രാജാവിനനുസരിച്ച് തുള്ളുന്ന ഒരാളെ ഖത്തീബാക്കും, ഇമാമാക്കും. നേരെ മറിച്ച് രാജാവിനെ കുറിച്ച് ഗുണവും ദോഷവും പറയുന്നില്ല. രാജാവ് ചെയ്യുന്ന എന്തെങ്കിലും ഭരണപരിഷ്കാരം അത് ജനങ്ങളുടെ ദീനിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പറയും. രാജാവിനോട് പറയാനുള്ളത് പോയിട്ട് രഹസ്യമായിട്ട് ഉപദേശിക്കുകയും ചെയ്യും. അങ്ങനെയായാൽ രാജാവ് നന്നാവാനുള്ള സാധ്യതയും കൂടി. ഇവൻ എന്നോട് രഹസ്യമായിട്ടാണല്ലോ പറഞ്ഞത്, അതിവൻ അള്ളാനെ പേടിക്കുന്നതുകൊണ്ടാണ്, അവൻ ഭരണം തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല പറയുന്നത് എന്ന് ഈ പണ്ഡിതനെ കുറിച്ച് രാജാവിന് ഒരു മതിപ്പും ഉണ്ടാകാം, അദ്ദേഹം തെറ്റ് തിരുത്താനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിത്ന ഉണ്ടാവുകയുമില്ല. ജനങ്ങളും ഭരണാധികാരികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയില്ല. ജനങ്ങളും ഭരണാധികാരികളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താ ഉണ്ടാവുക? എവിടെയെങ്കിലും ചരിത്രത്തിൽ ഒരു നാട്ടിലെ ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരെ അക്രമം അയച്ചുവിട്ടിട്ട് ആ ഭരണാധികാരി ഭരിച്ചിരുന്നതിനേക്കാൾ നല്ലൊരവസ്ഥ പിന്നുണ്ടായതായിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇല്ല. ചിലപ്പോൾ രാജാവിനെ വലിച്ച് താഴെയിടാൻ സാധിച്ചു എന്ന് വരും. പക്ഷെ അടുത്തതായി വരുന്നത് 2, 3, 4, 10 രാജാക്കന്മാരായിരിക്കും. രാജ്യത്തിന്റെ ഓരോ ഭാഗം ഓരോരുത്തരുടെ കയ്യിലായി. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് പല രാജ്യങ്ങളും, അതിനെക്കുറിച്ച് അറിയാവുന്നതാണ് എല്ലാവർക്കും, ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നേരത്തെ അറിയിച്ചു തന്നിട്ടുണ്ട്. വഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം. അള്ളാഹു തആലക്ക് അറിയാം എന്തൊക്കെ സംഭവിക്കും ദുനിയാവിലെന്ന്. വസ്സംഇ വത്വാഅ, നിങ്ങൾ ഭരണാധികാരിയെ അനുസരിക്കുക. ഭരണാധികാരി അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഭരണാധികാരിയുടെ കൽപ്പനകൾ 3 തരത്തിലായിരിക്കും. ഒന്ന് ശറഅന് യോജിച്ച കൽപ്പനകൾ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവരും ജമാഅത്ത് നമസ്കരിച്ചോളണം, രാജ്യത്ത് പള്ളിയിൽ പോയിക്കോളണം എന്ന് രാജാവ് പറഞ്ഞാൽ അപ്പൊ അത് നിർബന്ധമായി അനുസരിക്കണം. രാജാവിനെ അനുസരിക്കുന്നതിന് മുമ്പ് അള്ളാഹ്ക്കുള്ള അനുസരണയാണത്. അള്ളാഹുവിനെയും റസൂലിനെയും ഭരണാധികാരിയെയും അനുസരിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു. രണ്ടാമത്തേത് ശറഅനെതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ആരും ജമാഅത്ത് നമസ്കരിക്കരുത്, അല്ലെങ്കിൽ ആരും ഫർദ് നമസ്കരിക്കരുത് എന്ന് രാജാവ് പറഞ്ഞാലോ അവിടെ അനുസരിക്കാൻ പാടില്ല. ആ കാര്യത്തിൽ അനുസരണയില്ല, നമ്മൾ നമസ്കരിച്ചോളണം. മൂന്നാമത്തേത് രണ്ടുമല്ല, ഒരു ഫർളും അല്ല ഹറാമും അല്ല, അങ്ങനത്തെ ഒരു കാര്യം രാജാവ് കൽപ്പിച്ചു. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്,
അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിന്റെ മുമ്പിൽ എത്തുമ്പോൾ വണ്ടി നിർത്തിക്കൊള്ളണം. ഇതനുസരിക്കണോ വേണ്ടേ? അനുസരിക്കൽ ഫർളാണ്, അനുസരിക്കൽ നിർബന്ധമാണ്. രാജാവ് അത് കൽപ്പിച്ചതോടുകൂടി, ഭരണാധികാരി കൽപ്പിച്ചതോടുകൂടി അത് നിർബന്ധമായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അർത്ഥം. വസ്സംഇ വത്വാഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, ഒരു എത്യോപ്യക്കാരനായ അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വന്നതെങ്കിലും. അപ്പൊ സാധാരണ അറബികൾക്ക് എന്താണ് അനറബികളെക്കാളും ഫضലുണ്ട്. ഇസ്ലാം അത് അംഗീകരിച്ചിട്ടുണ്ട്, ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അറബികളുടെ ഫضല് സൂചിപ്പിക്കുന്ന ചില ഹദീസുകൾ, നേരിട്ടല്ലെങ്കിലും അങ്ങനെ സൂചിപ്പിക്കുന്ന ഹദീസുകൾ, മുൻഗാമികളുടെ വാക്കുകളുണ്ട്, അറബികൾക്ക് ഫضലുണ്ട്. അപ്പൊ ഫضല് കുറഞ്ഞ ഒരാൾ, ഒരു അനറബിയായ എത്യോപ്യക്കാരനായ ഒരാൾ, അതുപോലെ അടിമയാണ്, സ്വതന്ത്രനല്ല, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നൊരു അടിമയാണ്, അയാൾ പിന്നെ ഭരണാധികാരിയായി മാറി, അയാൾ രാജാവായി വന്നു. അങ്ങനെയാണെങ്കിലും അനുസരിച്ചു കൊള്ളണം. അപ്പൊ എങ്ങനെയുള്ള രാജാവായിരുന്നാലും, ഏത് തരക്കാരനായിരുന്നാലും അനുസരിച്ചു കൊള്ളണം. മുസ്ലിമായ ഭരണാധികാരി അനുസരിച്ചു കൊള്ളണം. വഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. നബി പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കാണോ ആയുസ് കിട്ടുന്നത്, ആരാണോ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ കാണേണ്ടി വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ഒരു തെളിവാണ് ഈ ഹദീസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമായി വന്ന് ദഅവത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് ആളുകൾ വന്ന് അറബികളൊക്കെ മുസ്ലിങ്ങളായി, തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന ഈ അറബികളൊക്കെ ഒറ്റ മനസ്സുള്ള ആളുകളായി മാറി. അവർ സ്വന്തം സ്വത്ത് പോലും പരസ്പരം പകുത്തു നൽകാൻ മാത്രമുള്ള സാഹോദര്യം അവിടെ ഉണ്ടായി. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറയുന്നത്, നിങ്ങൾക്കിടയിൽ വലിയ ഇഖ്തിലാഫ് ഉണ്ടാകും, നിങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ അല്പകാലം കഴിഞ്ഞപ്പോ ഉണ്ടായി. അവിടെ ഈ ഹദീസ് കേട്ട സഹാബിമാര് ആ പ്രശ്നങ്ങൾ കാണേണ്ടി വന്നു. അവർ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇത് പുലർന്നു, ഈ പ്രവചനം പുലർന്നു. ഫഅലൈക്കും ബിസുന്നതി, അങ്ങനെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗികളായിട്ടുള്ള ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് പിന്തുടരുക. ഖുലഫാഉർ റാഷിദീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ഖലീഫമാരും അതുപോലെ ബാക്കിയുള്ള സ്വഹാബത്തും അതിൽപ്പെടും. 4 ഖലീഫമാരാണ് അവരിൽ ഏറ്റവും മുന്നിൽ. അത് കഴിഞ്ഞ് എല്ലാ സ്വഹാബത്തിന്റെയും മാതൃക. അള്ളു അലൈഹ ബിൻ നവാജിദ്, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് അത് മുറുകെ പിടിക്കുക. അപ്പൊ ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കുള്ള ഉപദേശമാണ്. ഒരു തർക്കവും പ്രശ്നവും ഇപ്പൊ പല ആളുകളും ചോദിക്കും, ഇപ്പൊ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോഴൊക്കെ ചോദിക്കും, ഞങ്ങൾ മുസ്ലിമായിട്ട് ഇപ്പൊ ഏത് മുസ്ലിം ആവേണ്ടത്? സുന്നി, മുജാഹിദ്, ജമാഅത്ത്, അല്ലെങ്കിൽ പുറത്ത് നാടുകളാണെങ്കിൽ സുന്നി, ഷിയ, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇതിൽ ഏതിലേക്ക് വരണം? അതിനുള്ള പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലൈക്കും ബിസുന്നതി സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെ സുന്നത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ, എന്റെ അനുയായികളായ ഈ സ്വഹാബിമാരുടെ സുന്നത്ത് നിങ്ങൾ പിന്തുടർന്നുകൊള്ളുക. ഈ സുന്നത്ത് സംരക്ഷിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി ജീവിതം ത്യജിച്ച് 10,000 കിലോമീറ്ററുകൾ കാൽനടയായും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ യാത്ര ചെയ്ത് വിശപ്പ് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഈ ത്വലബുൽ ഇൽമിന്റെ മാർഗത്തിലും മൂത്രത്തിലൂടെ രക്തം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ച പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ. അവരൊക്കെ ഈ കഷ്ടപ്പെട്ട എന്തിനാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരാണ്. ഏത് മുസ്ലിം ആവേണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അവർക്ക് എഴുതിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേറൊരു മതത്തിലുമില്ല. മറ്റു മതങ്ങളിലൊക്കെ അവരുടെ വേദഗ്രന്ഥങ്ങൾ തന്നെ 100 കണക്കിന് എഡിഷനുകളായി അതിൽ നെല്ലും പതിനും വേർതിരിച്ചറിയാൻ പറ്റാതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഹക്കും ബാത്തിലും വേർതിരിക്കാൻ വേണ്ടിയാണ് ഈ മഹാന്മാരെ ത്യാഗങ്ങളൊക്കെ സഹിച്ചത്. അങ്ങനെ അവർ ക്രോഡീകരിച്ചു. ഇതിൽ സ്ഥിരപ്പെട്ട ഹദീസുകളും ദുർബലമായ ഹദീസുകളും ഹദീസിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതിൽ ശരിയായ അഭിപ്രായവും അത് മനസ്സിലാക്കാൻ വേണ്ട ഭാഷയുടെ നിയമങ്ങളും, ഇങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവര് നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക. പങ്കെടുക്കാല്ലേ ഉണ്ടാകുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക. സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗികളായ എന്റെ അനുയായികളുടെ സുന്നത്ത്, അവരുടെ മാർഗം. അപ്പൊ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് പിന്തുടരുക എന്ന് പറയുമ്പോൾ 4 ഖലീഫമാര് അവര് പറയുന്ന വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് തുല്യമാണോ? ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇതിന്റെ ശർഹിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അതല്ല ഇതിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളതാണ് ഈ 4 ഖലീഫമാരുടെ മാർഗം. അവര് കാണിച്ചു തന്നു എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരായിട്ട് ഒരു സഹാബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്കും കൊണ്ട് വരാൻ പാടുണ്ടോ? ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലൂന ഖാല അബൂബക്കർ വ ഉമർ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ
നിങ്ങൾ അബൂബക്കറും ഉമറും ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണോ? ആകാശത്തുനിന്ന് ചരൽ വർഷം നിങ്ങൾക്ക് മേൽ വെന്ന് വീഴുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഹദീസിന്റെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും സഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തിട്ടുള്ളതാണ്. അവരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യവും ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ളവരല്ല. അവരുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് തന്നെയാണ്. അതാണ് ഇതിന്റെ ഉദ്ദേശം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ എന്ത് ചെയ്യുക? ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. ദീനിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഇസ്ലാമാണ് സ്വീകരിക്കാന്ന് ചോദിച്ചല്ലോ. ഈ ഇസ്ലാം എങ്ങനെ പല രൂപത്തിൽ പല ഇസ്ലാമായി മാറാനുള്ള കാരണം എന്താണ്? മുഹ്ദസാത്തുൽ ഉമൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് പല പല പാർട്ടികളായി മാറുന്നത്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും നല്ലതായിട്ട് തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് പോരാ, ഇങ്ങനെ ചെയ്താൽ നല്ലതല്ലേ, ജന്മദിനം ആഘോഷിക്കുന്നത് നല്ലതല്ലേ, വേറൊരാൾക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതല്ലേ, അങ്ങനെ ചെയ്താൽ നല്ലതല്ലേ, ഒരു ഭരണകൂടം ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിക ഭരണം പിടിച്ചെടുത്തിട്ട് പിന്നെ ദീൻ പഠിപ്പിക്കുക, പിന്നെ തൗഹീദൊക്കെ പഠിപ്പിക്കുക, അങ്ങനെ ചെയ്താൽ അതല്ലേ നല്ലത്. ഇങ്ങനെ ഓരോരുത്തർക്കും നല്ലതല്ലേ നല്ലതല്ലേ എന്ന് തോന്നിയിട്ട് ഓരോന്ന് കടത്തിക്കൂട്ടുമ്പോഴാണ് പല പല കക്ഷികളായി മുസ്ലിങ്ങൾ പിരിഞ്ഞു പോകുന്നത്. സിനിമ ഉണ്ടാക്കിയാൽ നന്നാവൂലേ, സിനിമ ഉണ്ടാക്കിയിട്ട് അത് കണ്ട ആൾക്കാർ മാറിയിട്ട് പിന്നെ അവർക്ക് ഹറാം ഹലാലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തർക്കും അവനവന്റെ ഭാവനയിൽ ഓരോ ചിന്തകൾ വരുന്നത് അവർ ദീനിൽ കടത്തിക്കൂട്ടുമ്പോഴാണ് പല കക്ഷികളായി തിരിയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ഇങ്ങനെയുള്ള പുതുതായി ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ ളലാലത്താണ്. നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബിദ്അത്തിൻ ളലാല, പുതിയ കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുന്ന പുതിയ കാര്യങ്ങളൊക്കെ ളലാലത്താണ്. ഈ ഹദീസ് മുസ്ലിം അല്ലാത്ത ഒരാളോട് പറഞ്ഞാൽ വരെ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെ പാടുള്ളൂ, പിന്നെ ഉള്ള എന്താണ് കുല്ലു ബിദ്അ, പുതിയ കാര്യങ്ങളൊക്കെ വഴികേടാണ്, പുതിയതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അതിന്റെ പരിഭാഷ ഒരു കാഫിറിന് കാണിച്ചു കൊടുത്താൽ മനസ്സിലാകും അതിന്റെ അർത്ഥം എന്താണ്. പക്ഷെ നമ്മൾ സമുദായത്തിൽപ്പെട്ട ചില ആൾക്കാർ ചോദിക്കും, മൈക്ക് ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സ്പീക്കർ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ ചോദിക്കും. അതൊന്നും ഇതിൽ പെട്ടതല്ല എന്നുള്ളത് ഏത് മനുഷ്യനും അറിയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കാത്ത വസ്തുക്കളാണ്, ദുനിയാവിന്റെ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഈ ഫോണും കാറും ഉപയോഗിക്കാൻ പഠിപ്പിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടേ ദുനിയാവിന്ന് പോവുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദുനിയാവിന്റെ ഒരു കണ്ടുപിടുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ വന്നത് എന്തിനാണ്? ദീൻ പഠിപ്പിക്കാനാണ്, അള്ളാഹ്ക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിഷയത്തിൽ വേറെ ഒന്ന് കടത്തിക്കൂട്ടുക എന്നുള്ളതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, ആ വിഷയത്തിൽ കടത്തിക്കൂട്ടിയതൊക്കെ ളലാലത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കിന്റെ ഒരു അംശമുണ്ട്. എല്ലാ ബിദ്അത്തിലും ശിർക്കിന്റെ ഒരു അംശമുണ്ട്. ബിദ്അത്തിന്റെ ഗൗരവമാണ് ഇത് കാണിക്കുന്നത്. എന്താണ് പറയാൻ കാരണം? എല്ലാ മുബ്തദിഉം, ദീനിൽ കടത്തിക്കൂട്ടിയവരും വാദിക്കുന്നത് എന്താണ്? നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ പ്രവൃത്തി കൊണ്ട് അവൻ തെളിയിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് പുറമെ ദീനിൽ നിയമമുണ്ടാക്കാൻ നമ്മുടെ ആളുകൾക്ക്, പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അധികാരമുണ്ട് എന്നാണ് അവർ പറയാതെ പറയുന്നത്. അല്ലെ? ഇപ്പോ നബിദിനം മുമ്പ് പതിവില്ലാത്തതാണ് എന്നവൻ പറയുന്നുണ്ട്, എന്നാലും അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോ അവന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞ് ദീനിൽ കടത്തിക്കൂട്ടാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് അധികാരമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ശിർക്കല്ലേ? അം ലഹും ശുറക്കാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ല, അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങൾ, മതകാര്യങ്ങൾ കടത്തിക്കൂട്ടാൻ വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ബിദ്അത്തിന്റെ ഗൗരവം ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം. ദീനിൽ പുത്തൻ ആചാരങ്ങൾ കടത്തിക്കൂടുന്നത് ഇത്രയും ഗൗരവമായി കാണാനുള്ള കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുത്ബയിലും വെള്ളിയാഴ്ച പറയുന്നത് കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ല ബിദ്അത്തിൻ ളലാല, ഓരോ പുത്തൻ ആചാരവും ളലാലത്താണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്തില് ഒരു ബിദ്അത്തുമില്ല. അന്ന് റസൂൽ വഫാത്താകുന്നത് വരെ ആ സമൂഹത്തിൽ ഒരു പുത്തൻ ആചാരവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ അവർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വെള്ളിയാഴ്ചയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, പുത്തൻ ആചാരങ്ങളൊക്കെ വഴികേടാണ്. എന്നാലോ എത്രയോ പാപങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ആ സമൂഹത്തിൽ. മുസ്ലിമീങ്ങളായിട്ടുള്ള ചില ആളുകളും അതുപോലെ മുനാഫിക്കുകളും അതുപോലെ തന്നെ അഹ്ലുൽ കിതാബൊക്കെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് മദീനയിൽ. ആ തെറ്റുകളെ കുറിച്ച് ഒന്നും ഇത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അതാണ് ബിദ്അത്തിന്റെ ഗൗരവം. ബിദ്അത്ത് എന്ന് പറയുന്നത് ശിർക്കിന്റെ ഒരംശം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് അൽ ബിദ്അതു
മുസ്തഖത്തുൻ മിനൽ കുഫ്രി വആജിലത്തുൻ ഇലൈഹി. ബിദ്അത്ത് ഉണ്ടായിട്ടുള്ളത് ശിർക്കിൽ നിന്നാണ്, കുഫറിൽ നിന്നാണ്. അത് കുഫറിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. ബിദ്അത്തുകൾ കൂടി അവസാനം ഒരു മനുഷ്യൻ കുഫറിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ബിദ്അത്തുകൾ ചെറുത് തുടങ്ങി വലുതായി അവസാനം കുഫറാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിന്റെ കാരണം ഇതാണ്. അടിസ്ഥാനപരമായി തന്നെ ബിദ്അത്ത് ഉണ്ടാവുന്നത് ഈ ഒരു ചിന്തയിൽ നിന്നാണ്. അള്ളാഹ് ഇറക്കിയ ദീൻ പോരാ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ബിദ്അത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശൈത്താൻ മറ്റു പാപങ്ങളെക്കാളും ബിദ്അത്താണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക കൂടുതൽ. കാരണം ബിദ്അത്ത് ചെയ്യുന്നതിനനുസരിച്ച് മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പഴച്ചു പോകും. അത് മനസ്സിലാവുകയില്ല. മാസിയത്ത് ചെയ്യുന്ന മനുഷ്യന്, ഇപ്പൊ കള്ളു കുടിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ, നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ, അങ്ങനെ ചെയ്യുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും, തെറ്റാണെന്നുള്ള ബോധം ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമ് ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് അതിൽ കുറ്റബോധം ഉണ്ടാവും. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവർക്കോ അത് വലിയ ഒരു ഇബാദത്തായിട്ടാണ് അവർ കാണുന്നത്. ഒരിക്കലും അതിന് തൗബ ചെയ്യാൻ അവർക്ക് തോന്നുകയുമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യാത്തവർക്ക് അപൂർവമായിട്ട് അവർ തൗബ ചെയ്യുകയുമുള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് ശൈത്താൻ ഇത് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ നബിദിനായ നിങ്ങൾ നോക്കണ്ട, എല്ലാവരും ആശംസകളായിരിക്കും. എല്ലാ ശത്രുക്കൾക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഈജിപ്തില് അവിടെ ഭരിച്ചിരുന്ന മുമ്പ് കാലത്ത് ഫ്രാൻസിന്റെ കോളനിയായിരുന്നു ഈജിപ്ത്. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെ ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ട് ഈജിപ്തിൽ. ഇപ്പൊ നെപ്പോളിയൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിരുന്നു. അദ്ദേഹം അവിടെ നബിദിനാഘോഷത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാനും ഫണ്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് മിസിരിയായ ഒരു അറിയപ്പെട്ട ചരിത്രകാരൻ അബ്ദുറഹ്മാൻ അൽ ജബർത്തി എന്ന് പറയുന്ന വലിയൊരു ചരിത്ര പണ്ഡിതൻ, അടുത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നെപ്പോളിയൻ സഹായിക്കാറുണ്ടായിരുന്നു നബിദിനാഘോഷത്തെ. അപ്പൊ എന്തുകൊണ്ടാണ് സഹായിക്കുന്നത്? ഇസ്ലാമിന്റെ ഭാഗമായ ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും ശത്രുക്കൾ അങ്ങനെ സഹായിക്കില്ല, അവരത് നശിപ്പിക്കാനാണ് നോക്കുക. നേരെ മറിച്ച് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കും. കാരണം അത് മുസ്ലിമുകളെ പഴിപ്പിക്കാനുള്ള മാർഗമാണ് എന്ന് അവർക്കറിയാം. എല്ലാ ബിദ്അത്തുകളും അങ്ങനെ തന്നെ. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال كل أمتي يدخلون الجنة إلا من أبى. എന്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ, എനിക്ക് സ്വർഗത്തിൽ പോകണ്ടെന്ന് പറഞ്ഞവരൊഴികെ. അപ്പൊ സഹാബത്തിന് അത്ഭുതമായി, ആരാണ് ഇപ്പൊ സ്വർഗത്തിൽ പോകണ്ടെന്ന് പറഞ്ഞത്? ഖാലു വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരാണ് അങ്ങനെ വിസമ്മതിക്കുക? ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ ധിക്കരിച്ചത് അവൻ വിസമ്മതിച്ചിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാല് റസൂലിന്റെ ഹദീസുകൾ കേട്ടിട്ട് അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അതിനെതിരെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാക്കുകൾ ഇന്ന പണ്ഡിതൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹദീസിനെ എതിർക്കുക എന്നുള്ളത് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കേൾക്കുമ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കെങ്കിലും ചെയ്യുക. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്ത ഹദീസ് ആണ് അബി മുസ്ലിമിൻ വഖീല അബി ഇയാസിൻ സലമത ബിൻ അംർ ബിൻ അൽ-അക്വഅ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി. ഒരു മനുഷ്യനെ ഇടത്തെ കൈ കൊണ്ട് തിന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്താണ്, അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഇടത്തെ കൈ കൊണ്ട് തിന്നു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, കുൽ ബിയമീനിക, വലതു കൈ കൊണ്ട് തിന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവാണ്. ഒരു വ്യാജ പ്രവാചകനായി വന്നിട്ട് കുറെ ആളെ കൂട്ടുകയും യുദ്ധം ചെയ്യുകയും സ്ത്രീകളെ വിവാഹം കഴിക്കുകയും സമ്പത്തുണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുമോ? ഒരാൾ ഇടത്തെ കൈ കൊണ്ട് തിന്ന് കാണുമ്പോൾ വലത്തെ കൈ കൊണ്ട് തിന്ന്, ഒരാൾ വിസ്മി അല്ലാതെ തിന്ന് കാണുമ്പോൾ വിസ്മി ചെല്ല്, ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമോ? നമ്മൾ സാധാരണ ആലോചിച്ചാലേ, ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു കള്ള ഏജന്റായിട്ട് വ്യാജനായിട്ട് ഒരാൾ അതിന്റെ ഒരു കോപ്പി തുടങ്ങിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ, കച്ചവടമായിട്ട് നടക്കുമ്പോൾ ഒറിജിനൽ കമ്പനിന്റെ ആളെ അതിൽ പാസ് ചെയ്യുന്ന കണ്ടാൽ അവന് ആ ഏരിയയിലേക്ക് അവൻ അടുക്കൂല. പരമാവധി അതിന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കും. ഒറിജിനൽ കമ്പനിന്റെ ഒരു മുതലാളിയായിട്ട് ഒരു സദസ്സിൽ വെച്ചൊക്കെ കണ്ടുമുട്ടിയാൽ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞ ഒരാളായിരുന്നെങ്കിൽ ഇത്രയധികം അള്ളാഹിനെ കുറിച്ച് ദിക്ർ റസൂൽ പഠിപ്പിക്കുമോ? കുറച്ചൊരു ലിമിറ്റ് വെക്കൂലേ? ഇത് ഓരോ സമയത്തും ദിക്ർ, ബിസ്മി എല്ലാം മറന്നു, അപ്പൊ കൈക്ക് പിടിക്കുക, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടി പെട്ടെന്ന് പാത്രത്തിലേക്ക് കൈയിട്ടപ്പോ യാ ഗുലാം സമ്മില്ല ബിസ്മില്ല എന്ന് പറയും എന്നുകൊണ്ട് അവിടെ തടഞ്ഞു, അള്ളാന്റെ പേര് പറഞ്ഞിട്ട്. ഇങ്ങനെ അള്ളാന്റെ പേരിൽ ഒരു വ്യാജ പ്രസ്ഥാനം തുടങ്ങിയ ആൾ ഇങ്ങനെ ചെയ്യുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഓരോ കാര്യങ്ങളും അതിൽപ്പെട്ടതാണ്. ഇടത്തെ കൈകൊണ്ട് തിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് തിന്നുക. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മറ്റൊരു ഭംഗി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിക്കുക, നമ്മൾ ഏത് കൈകൊണ്ട് തിന്നും, ഏത് കൈകൊണ്ട് വിസർജിച്ച് വൃത്തിയാക്കും, അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. ഏതും ആവാ.
എന്ത് വിശ്വാസത്തിലാണ് നമ്മളൊരാൾക്ക് കൈ കൊടുക്കുക? അവന്റെ കൈ എവിടുന്നാ വരുന്നത് നമുക്കറിയോ? എന്ത് കഴിഞ്ഞിട്ട് അവൻ വരുന്നത് നമുക്കറിയാം. ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് കൈ കൊടുക്കാൻ പറ്റും. അവന്റെ കൈ നജസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. വലത്തെ കയ്യിൽ എന്തായാലും നജസ് ഉണ്ടാവില്ല. അപ്പോ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ഇസ്ലാം സ്വീകരിച്ച ഒരു സഹോദരി പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അവരുടെ ഭർത്താവ് പറയുന്നതായിട്ട് ഇസ്ലാമിലേക്ക് അവർ ആകർഷിക്കാനുള്ള കാരണം ഓരോ കാര്യവും എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു അങ്കലാപ്പിലാക്കുന്നില്ല മനുഷ്യനെ. ഓരോ സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് കാര്യം. വലത് കൈ കൊണ്ട് തിന്ന് എന്ന് പറഞ്ഞു. ഖാല ലാ അസ്തതീയ, ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ഒരു ഹദീസ് കേൾക്കാൻ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ, വലത് കൈ കൊണ്ട് തിന്നുക. അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ വലത് കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, എനിക്കാവൂല എന്ന് പറഞ്ഞു, നിഷേധിച്ചു. ഖാല ലസ്തതഅത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ നിനക്ക് കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. മാ മനഅഹു ഇല്ലൽ കിബ്ർ, കിബ്ർ കൊണ്ടാണ് പറഞ്ഞത്, വലത്തെ കൈ കൊണ്ട് തിന്നാനാവില്ല എന്ന് പറഞ്ഞത്. ഫമാ റഫഅഹ ഇലാ ഫീഹി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു പറയാൻ ഫമാ റഫഅഹ ഇലാ ഫീഹി, പിന്നീട് ഒരിക്കലും ഈ മനുഷ്യൻ വലത്തെ കൈ കൊണ്ട് തിന്നിട്ടില്ല, വലത് കൈ പിന്നെ പൊങ്ങിയിട്ടില്ല. ഒരു ഹദീസിനെ നിഷേധിച്ചപ്പോ അയാൾക്ക് ദുനിയാവിൽ തന്നെ കിട്ടിയിട്ടുള്ള ശിക്ഷയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അപ്പൊ നമ്മളൊക്കെ ഓരോ കാര്യത്തിലും സുന്നത്തിന് എതിരാകുന്നുണ്ടോ എന്ന കാര്യം പേടിക്കേണ്ടതുണ്ട്. അടുത്ത ഹദീസ് അൻ അബി അബ്ദുല്ലാഹ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമാ ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലതുസവ്വുന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ലതുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ സ്വഫ് നേരെയാക്കുക തന്നെ വേണം, അണിയൊപ്പിച്ച് നിൽക്കണം. അല്ലെ, മലക്കുകൾ സ്വഫ് നിൽക്കുന്നത് പോലെയാണ് ഈ ഉമ്മത്തിന് സ്വഫ് നിൽക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ കൽപ്പിച്ചിട്ടുണ്ട് സ്വഫ് ശരിയാക്കി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാലിന്റെ മടമ്പുകൾ ഒപ്പിച്ച് നിൽക്കണം, പരസ്പരം ഒട്ടി നിൽക്കണം. അത് തന്റെ അടുത്തിരിക്കുന്ന ആൾ ആരാണെങ്കിൽ, ചില ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നിൽക്കുക, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ കൽപ്പിച്ചിട്ടുള്ളതാണ് സ്വഫ് ശരിയാക്കണം. അപ്പൊ ഇവിടെ സ്വഫ് ശരിയാക്കിയിട്ടില്ലെങ്കിലുള്ള ഒരു ശിക്ഷയെ കുറിച്ച് പറയാൻ, ലതുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങൾ സ്വഫ് നേരെയാക്കണം. അപ്പൊ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്നുള്ള അർത്ഥത്തിൽ സുന്നത്താണ്, അല്ലെങ്കിൽ അത് വാജിബാണ് യഥാർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഔ അല്ലെങ്കിൽ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങൾ തമ്മിൽ അല്ലാഹു പിരിച്ചു കളയും, ഭിന്നിപ്പിച്ചു കളയും. അപ്പൊ മുഖങ്ങൾ തമ്മിൽ തിരിച്ചു കളയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഉലമാക്കൾ പറയുന്നത്. ഒരു വിഭാഗം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ മുഖങ്ങൾ തമ്മിൽ തിരിക്കും എന്ന് പറഞ്ഞാൽ പെരടി ഇങ്ങനെ ഒരു ഭാഗത്തേക്കായി പോകും. സ്വഫ് നേരെ നിന്നിട്ടില്ലെങ്കിൽ കഴുത്തിന്റെ ഒരു ഭാഗത്തേക്ക് മുഖം അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ ആവും. അങ്ങനെ ആവുന്നത് കാണുന്നില്ലല്ലോ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കും. അള്ളാഹു തആല പറഞ്ഞ എല്ലാ ശിക്ഷയും അങ്ങനെ തന്നെയാണ്. ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ശിക്ഷിച്ചു കൊള്ളണമെന്നില്ല. വയഅഫു അൻ കസീർ, അള്ളാഹു ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു പക്ഷേ ഇങ്ങനെ ശിക്ഷ കിട്ടിയതാണെങ്കിലോ, ഇങ്ങനെ കഴുത്തൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം, മുഖങ്ങൾ തമ്മിൽ തിരിയുമെന്ന് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിൽ അകലുമെന്നർത്ഥം. മുഖം തമ്മിൽ അകല എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ കാണുമ്പോൾ അങ്ങനെ മുഖം തിരിഞ്ഞു പോകും, തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അങ്ങനെ മനസ്സുകൾ തമ്മിൽ അകന്നു പോകും. കാരണം വേറെ ഹദീസിൽ ബൈന ഖുലൂബിക്കും എന്ന് വന്നിട്ടുണ്ട്, മനസ്സുകൾ തമ്മിൽ തെറ്റിപ്പോകുമെന്ന്. അപ്പൊ സ്വഫ് നേരെ നിന്നിട്ടില്ലെങ്കിൽ ഒരു ശിക്ഷയാണ്. സ്വഫ് നേരെ നിൽക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ അങ്ങനെ നിന്നേ പറ്റൂ, നിന്നിട്ടില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷയാണത്. അള്ളാഹു പരസ്പരം തെറ്റിച്ചു കളയും. അപ്പൊ നമുക്ക് ബാഹ്യമായി നോക്കിയാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് തോന്നും, കാല് തമ്മിൽ അടുപ്പിച്ചു വെക്കാനല്ല, എന്തൊരു നിസ്സാരമായ കാര്യമാണ് ഇപ്പത്. ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ഇതൊക്കെയാണോ ഇസ്ലാം? ഇസ്ലാം എന്നാണ് സത്യസന്ധത, ആത്മാർത്ഥത, വിശ്വസ്തത, പിന്നെ അയൽവാസികളോടുള്ള ബന്ധം, സാധുക്കളെ സഹായിക്കൽ, ഇതൊക്കെയല്ലേ ഇസ്ലാം? ഇങ്ങനെ സ്വഫ് നേരെയാക്കലും താടി നീട്ടലും വസ്ത്രം കയറ്റി കൊടുക്കലും മുഖം മറക്കലും ഇതൊക്കെയാണോ ഇസ്ലാം എന്ന് ചോദിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇസ്ലാമിൽ ഒരു കാര്യമുണ്ടോ അത് പിന്നെ ചെറുത് വലുത് എന്നൊന്നുമില്ല, അനുസരിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ കാര്യം. സ്വഫ് നേരെയാക്കിയിട്ടില്ലെങ്കിൽ അല്ലാഹു തആല മനുഷ്യരെ തമ്മിൽ തെറ്റിച്ചു കളയും. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നമാ യുസവ്വി ബിഹൽ ഖിദാഹ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസവ്വി സുഫൂഫന ഹത്താ കഅന്നമാ യുസവ്വി ബിഹൽ ഖിദാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫ് നേരെയാക്കാറുണ്ടായിരുന്നു. എത്രമാത്രം? ഒരു അമ്പിന്റെ അറ്റത്തിനാണ് ഖിദാഹ് എന്ന് പറയാം, അമ്പിന്റെ ബാക്ക് സൈഡിലെ അറ്റം. അത് വളരെ നേരെയായി ഷാർപ്പായിട്ടില്ലെങ്കിൽ, പരന്നിട്ടല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല പോവാ അമ്പ്, ഒരു വാലുണ്ടാവും അമ്പിന്. അപ്പൊ ആ അമ്പിന്റെ വാല് ശരിയാക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സ്വഫ് ശരിയാക്കാറുണ്ടായിരുന്നു. ഉലമാക്കൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫുകൾക്കിടയിലൂടെ നടന്ന്
നമ്മളൊക്കെ വീഴ്ച വരുത്തിയിട്ടുള്ള ഒരു സുന്നത്താണ്. ഓരോ സ്വഫും ശരിയാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആയപ്പോൾ അദ്ദേഹം ഒരു പരിഷ്കാരം ഉണ്ടാക്കി. എന്താണ്? ഓരോ സ്വഫും ശരിയാക്കാൻ ഒരാളെ വെക്കും. എന്നിട്ട് അവിടെയൊക്കെ ശരിയായെന്ന് നോക്കിയിട്ട് അത് വിവരം കിട്ടിയാൽ മാത്രമേ ഇവിടെ തക്ബീർ ചെയ്യുകയുള്ളൂ, തക്ബീർ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ സ്വഫ് ശരിയാക്കുന്ന പ്രാധാന്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. എന്നിട്ട് തക്ബീർ പറയാൻ വേണ്ടി, അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോൾ ഫറഅ റജുലൻ ബാദിയൻ സദ്റുഹു, ഒരു മനുഷ്യൻ നെഞ്ചിങ്ങനെ ഉന്തി നിൽക്കുന്നത് കണ്ടു. സ്വഫിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നൊന്നുമില്ല, നെഞ്ച് മാത്രം സ്വഫ് ഒരേ നിരപ്പിൽ നിൽക്കുമ്പോൾ ഒരാളെ നെഞ്ച് കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇബാദല്ലാഹ്. അപ്പൊ റസൂൽ എങ്ങനെ അത് കണ്ടത്? തക്ബീർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞല്ല നിൽക്കുക, ബാക്കിലുള്ള കാര്യം എങ്ങനെയാ കണ്ടത്? അത് റസൂലിന്റെ ഒരു മോചിതത്താണ്. പിന്നിലുള്ള കാര്യങ്ങൾ കാണാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ പറഞ്ഞു ഇബാദല്ലാഹ് ലതുസവ്വുന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും. അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ സ്വഫ് നേരെയാക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളുടെ മുഖങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ മുഖങ്ങൾ തമ്മിൽ തെറ്റിച്ചു കളയും. മറ്റൊരു ഹദീസ്, അടുത്ത ഹദീസ് അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഇഹ്തറഖ ബൈത്തുൻ ബിൽ മദീന, മദീനയിൽ ഒരു വീട് തീപിടുത്തമുണ്ടായി. അല അഹ്ലിഹി, വീട്ടുകാരടക്കം തീ കത്തിപ്പോയി. മിനൽ ലൈലി, രാത്രിയിൽ. ഫലമ്മ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശഅനിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് തീയിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഈ തീപിടുത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖാല, അവിടുന്ന് പറഞ്ഞു ഇന്ന ഹാദിഹി നാറ അദുവ്വുൽ ലക്കും, ഈ തീ എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവാണ്. ഫഇദാ നിംതും, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഫഅത്ഫിഊഹ അൻകും, അത് നിങ്ങൾ കെടുത്തിക്കളയണം എന്ന് പറഞ്ഞു. അപ്പൊ രാത്രിയിൽ ഉറങ്ങുമ്പോ വിളക്കൊക്കെ, പഴയകാലത്ത് വിളക്കാണ് ഉണ്ടായിരുന്നത്, വിളക്കൊക്കെ കെടുത്തിയിട്ട് വേണം ഉറങ്ങാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ തീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീ നിങ്ങൾ കണ്ടുവോ? അഅൻതും അൻശഅതും ഷജറതഹ അം നഹ്നുൽ മുൻശിഊൻ, നിങ്ങളാണോ ഈ തീ ഉണ്ടാക്കിയത്, അതല്ല നാം ആണോ ഉണ്ടാക്കിയത്? ഈ തീ വരുന്ന മരം അത് നിങ്ങളാണോ ഉണ്ടാക്കിയത്? പഴയകാലത്ത് തീ കത്തിക്ക് എങ്ങനെയാ? രണ്ട് ചെടികൾ അതിന്റെ കമ്പ് തമ്മിൽ ഉരതിയിട്ടാണ് തീ കത്തിക്കുന്നത്. അപ്പൊ ഈ പച്ച മരം എടുത്ത് ഉരസുമ്പോ അതിന് തീ വരുന്നു. ഇത് നിങ്ങളാണോ ഉണ്ടാക്കിയത്, അതല്ല നാം ആണോ ഉണ്ടാക്കിയത്? നഹ്നു ജഅൽനാഹ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ, നാം അതിനെ ഒരു ഉത്ബോധനമാക്കിയിരിക്കുന്നു. എന്താ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ? നരകത്തെക്കുറിച്ച് ഓർക്കാൻ. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ചില സലഫുകൾ, മുൻഗാമികളായ ചില ആളുകൾ എന്തെങ്കിലും മാസിയത്ത് ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ വേണ്ടി തോന്നിയാൽ തീ കത്തിച്ചിട്ട് തീ പോയി തൊട്ടു നോക്കും. കാരണം ഈ മാസിയത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അപ്പോ നരകത്തെക്കുറിച്ച് ഓർമ്മ വരും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ചിലരെന്ന്. അല്ലാഹു മുസ്തആൻ. അപ്പൊ തീ എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. തദ്കിറതൻ, നിങ്ങൾക്ക് നരകത്തെക്കുറിച്ച് ഓർക്കാനുള്ളതാണ്. അപ്പൊ തീ കാണുമ്പോൾ ഓർക്കണം. ഖുർആനിലെ ആയത്താണിത്. അടുപ്പിൽ കത്തുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തീപിടുത്തത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നരകത്തെക്കുറിച്ച് ഓർക്കണം. നരകത്തിലെ തീ ദുനിയാവിലെ ഏറ്റവും ചൂടുള്ള തീ, അതിന്റെ 60 ഇരട്ടി, 60 മാത്രമാണ് ദുനിയാവിലെ തീ എന്ന് പറയുന്നത്. പരലോകത്തെ തീയിന്റെ 60 ചൂടാണുള്ളത്. വമതാഅൻ ലിൽമുഖ്വീൻ, അതുപോലെ യാത്രക്കാർക്കുള്ള ഒരു വിഭവമാക്കിയിരിക്കുന്നു. യാത്ര പോകുന്ന സമയത്ത് വഴി കാണാനൊക്കെ തീ വേണം. അപ്പൊ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. ഇത് നമുക്ക് ഉപകാരമുണ്ട്. തീ നിങ്ങളെ ശത്രു എന്ന് പറഞ്ഞാൽ തീ ഒരു എന്താ പറയാ, എപ്പോഴും നമ്മുടെ ശത്രു എന്നല്ല ഉദ്ദേശിച്ചത്. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. എന്താണ്? നിങ്ങൾക്കുള്ള ഒരു ഉത്ബോധനവും ഒരു വിഭവവും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താകും? ശത്രുവായി മാറും. തീപിടുത്തം നമുക്കറിയാം, വലിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷിക്കാൻ, നമുക്ക് അപകടം ഉണ്ടാകാതെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശൈഖ് ഇബ്നു ഉസൈമീൻ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഗ്യാസിന്റെ സിലിണ്ടർ എന്ത് ചെയ്യണം? ആവശ്യം കഴിഞ്ഞാൽ ഓഫാക്കി വെക്കണം. അതുപോലെ തന്നെ ശൈഖ് പറയുന്നത് വയറിങ്, നമ്മൾ വീട് വയർ ചെയ്യുമ്പോൾ അത് നല്ല പണി അറിയുന്ന ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കണം. ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കരുത്. കാരണം എന്തെങ്കിലുമൊക്കെ ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായിട്ട് തീപിടുത്തവും ഷോക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ അപകടം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് കൊടുക്കരുത്, അപകടം ക്ഷണിച്ചു വരുത്തരുത് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിർത്തണോ? നിർത്താം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ബാബ് കുറച്ചും കൂടി ഉണ്ട്, അടുത്ത ദിവസം വായിക്കാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.